ഹേ ഗായ്സ്, വെൽക്കം. സോ ഗായ്സ്, ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ക്വിക്ക് കൗണ്ടർ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്വിക്ക് കൗണ്ടർ മാനേജേഴ്സിനെ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ്. അപ്പം ഡിവിഷൻ റാങ്ക് പുഷൊക്കെ ചെയ്യുന്നവർക്ക് ക്വിക്ക് കൗണ്ടർ കളിക്കുമ്പോൾ നല്ല രീതിക്ക് ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ടാവും. സോ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഫോർമേഷൻ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫോർമേഷൻ്റെ എങ്ങനെ ഫോർമേഷൻ കറക്റ്റ് ബിൽഡ് ചെയ്യാം, അതുപോലെ പ്ലേയേഴ്സിനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കാണുക, ക്വിക്ക് കൗണ്ടർ കളിക്കുന്നവരൊക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫോർമേഷൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-2-ൻ്റെ ഒരു കസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു ടൈപ്പ് ഫോർമേഷനാണ്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് കളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷനിൽ ക്വിക്ക് കൗണ്ടറൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നൊന്നുമില്ല. സോ കുറേ മാച്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആവുന്ന, നല്ല രീതിക്ക് ഡിഫൻസും പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഫോർമേഷൻ എന്ന് പറയുന്നത് ഗൈസ് ഈ ഒരു ഫോർമേഷനാണ് 5-1-2-2. ഓക്കെ, 4-2-2-നെ നമ്മളൊന്ന് കസ്റ്റം ചെയ്തിട്ട് 5-1-2-2 അതായത് ഒരു ഡി എം എഫ് വരുന്നതിന് പകരം ആ ഒരു ഡി എം എഫിനാക്കിയിട്ട് അതിൻ്റെ നേരെ ചുവടെ നമ്മളൊരു സെൻറ്റർ ബാക്കിന് ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇതാണ് ഫോർമേഷൻ. നല്ല രീതിക്കുള്ള ഡിഫൻസും കിട്ടുന്നുണ്ട്, നല്ല രീതിക്കുള്ള അറ്റാക്കിങ് കിട്ടുന്നുണ്ട്. സോ അറ്റാക്കിങ് നല്ല രീതിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്യണത്. ഗോൾ പോസ്റ്റിനെ മാത്രം യൂസ് ചെയ്യാതെ വേറെ രീതിക്ക് നിങ്ങൾക്ക് പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്താൽ നല്ല രീതിക്കുള്ള അറ്റാക്കിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇതാണ്. ഓക്കെ, കുറച്ച് വൈഡായിട്ട് റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, പിന്നെ സെൻറ്റർ ബാക്ക് 2 പ്ലേയേഴ്സ് നമ്മുടെ ഗോളിനോട് ചേർന്നിട്ട്, പിന്നെ ഒരു ഡി എം എഫിൻ്റെ ആ ഒരു കുറച്ച് രീതിക്ക് ഒരു സെൻറ്റർ ബാക്കിനെയും പിന്നെ ഡി എം എഫിനെയും അതുപോലെ തന്നെ 2 AMF 2 CF ഈ ഒരു ടൈപ്പ്. ഓക്കെ, ഇനി പ്ലേയേഴ്സിൻ്റെ ടൈപ്പും കാര്യങ്ങളും വരുന്നത് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും, ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കും, ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കും. അത് നിങ്ങളെ ഇഷ്ടമാണ്, എവിടെ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തോളാം. കാരണം 2 ഡിഫെൻസീവ് ഫുൾ ബാക്കിന് ഇടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഡിഫെൻസ് കിട്ടും. സോ എനിക്ക് അറ്റാക്കിംഗ് ഡിഫെൻസ് രണ്ടും നല്ല ഒരു ആവറേജ് അല്ല, ഒരു ബാലൻസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഒരു ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും, ഒരു ഡിഫെൻസീവും ഒരു ഒഫെൻസീവും വെച്ചതാണ്. സോ എൻ്റെ ലെഫ്റ്റ് ബാക്ക് ഡിഫെൻസീവും റൈറ്റ് ബാക്ക് ഒഫെൻസീവുമാണ്. പിന്നെ 2 സെൻറ്റർ ബാക്സ് എന്ന് പറയുന്നത് 3 സെൻറ്റർ ബാക്സിൽ താഴെ വരുന്ന 2 സെൻറ്റർ ബാക്കിൽ ഒരാൾ ബിൽഡപ്പും ഒരാൾ ഡിസ്ട്രോയറാണ്. സോ ബിൽഡപ്പിന് ഞാനിട്ടത് നമ്മുടെ റൈറ്റ് ബാക്ക് ഒഫെൻസീവ് വരുന്ന ആ ഒരു പൊസിഷനിലാണ് ഞാൻ ബിൽഡപ്പിന് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രോയർ ഫ്രണ്ടിലോട്ട് കയറിയാകും. ഇവിടെ ഓൾറെഡി പ്ലെയർ ഫ്രണ്ടിലോട്ട് നമ്മുടെ വൈറ്റം കയറിപ്പോവും. അപ്പോൾ ഡിസ്ട്രോയറും കൂടി കയറിപ്പോയത് ഇവിടെ ഒരു ക്രിയേറ്റ് ആവും, ഒരു ഗ്യാപ്പ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്ട്രോയറിനെ യൂസ് ചെയ്തു. പിന്നെ മുകളിലുള്ള സെൻറ്റർ ബാക്കിനെ നിങ്ങൾ ഡിസ്ട്രോയറിനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം തെറിച്ച് നിന്നോളും എന്ന് പറയുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിക്ക് ഡിസ്ട്രോയ് ചെയ്തോളും. ഓക്കെ, അങ്ങ് കയറിപ്പോയി നമ്മുടെ ഡി എം എഫ് കളിക്കുന്ന പോലെ തന്നെ അങ്ങ് കയറിപ്പോയിട്ട് അങ്ങ് ഡിസ്ട്രോയ് ചെയ്തോളും ബോൾ. പിന്നെ ഉള്ളത് ഒരു ആങ്കർമാനായിട്ടുള്ള ഡിസ്ട്രോയറിനെ യൂസ് ചെയ്യാം. നമ്മുടെ ചൗമനിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും നല്ലത്. പിന്നെ AMF വരുമ്പോൾ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും ഒരു ഹോൾ പ്ലെയറിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഒരു ക്ലാസിക് നമ്പർ 10 യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹോൾ പ്ലെയറും മറ്റൊന്നിൻ്റെ ക്രിയേറ്റീവ് പ്ലേ മേക്കറും റിവാൾഡോ. പിന്നെ സെൻറ്റർ ഫോർവേഡിൽ ഒരു ഗോൾ പോച്ചർ, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെയാണ് യൂസ് ചെയ്യുന്നത്. 2 ഗോൾ പോച്ചേഴ്സിനല്ല ഞാൻ ഇവിടെ യൂസ് ചെയ്തത്, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെയും ഒരു ഗോൾ പോച്ചറിനെയാണ് യൂസ് ചെയ്തത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ 2
ക്രിയേറ്റീവ് പ്ലേ മേക്കറിൽ 2 ഗോൾ പോച്ചസിനെ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ഫീലായതാണ്. ഇപ്പോൾ ഫോർലാനും ഇവിടെ ഡേവിഡ് വിയ ആയിരുന്നു എൻ്റെ പ്ലേയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഡേവിഡ് വിയ കയറുന്ന സമയത്ത് ഫോർലാൻ എന്ത് ചെയ്യും? ഫോർലാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വലിഞ്ഞ് കളിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ അറ്റാക്കിങ് കിട്ടുന്ന സമയത്ത് 2 പ്ലേയേഴ്സും കൂടെ ഒരേ സെയിം ഡയറക്ഷനിൽ ഒരു സൈഡിൽ തന്നെ ആങ്കറിങ് ഒക്കെ ഇട്ടിട്ട് തന്നെ 2 പേരും അടുത്തടുത്ത് നമുക്കൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇതിലോട്ട് വന്ന് സോ ആ സമയത്ത് ഞാൻ എൻ്റെ മെസ്സി, നമ്മുടെ പഴയ ലെജൻഡറി മെസ്സിയാണ്. സോ ഈ മെസ്സി ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ഈ മെസ്സിനെ യൂസ് ചെയ്തു. ഈ മെസ്സിനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിക്കുള്ള അറ്റാക്കിങ് ഫിനിഷിംഗ് ഒക്കെ കിട്ടി. അതായത് ഫോർലാൻ നല്ല രീതിക്ക് റൺ ചെയ്ത് കയറുന്നുണ്ട്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ്സിയും നല്ല സ്പീഡി ആയിട്ട് റണ്ണൊക്കെ എടുത്തിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഡിവിഷൻ മാച്ചൊക്കെ കളിക്കുമ്പോൾ ഒരു 2 ഗോൾ മെസ്സിയും അടിക്കുന്നുണ്ട്, 1 ഗോൾ ഫോർലാനും, അങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റീവ് പ്ലേ മേക്കറിൻ്റെ താഴെ ആണ് ഞാൻ നമ്മുടെ ഹോൾ പ്ലെയറിനെ വെച്ചത്. അറ്റാക്കിങ് വരുന്ന സമയത്ത് 2 പ്ലേയേഴ്സും അടുത്ത് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, 2 പ്ലേയേഴ്സ് അടുത്തടുത്ത് നിൽക്കുന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹോൾ പ്ലെയറും ക്രിയേറ്റീവ് പ്ലേ മേക്കറും വന്ന ടൈമിൽ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരു ഗോൾ പോച്ചറും അതിന് നേരെ താഴെ ഞാൻ ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെയാണ് യൂസ് ചെയ്തത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹോൾ പ്ലെയർ പ്ലസ് ഗോൾ പോച്ചർ ആണെങ്കിൽ നമ്മളിപ്പോൾ പാസ്സൊക്കെ കൊടുത്ത് മിഡിലൂടെ പാസ്സൊക്കെ കൊടുത്ത് വരുന്ന ടൈമിന് നമ്മുടെ ഹോൾ പ്ലെയർ ഫിനിഷിങ്, അതായത് അറ്റാക്കിങ്ങിന് വേണ്ടിയിട്ട് കയറി അങ്ങ് പോകും നമ്മുടെ സ്ട്രൈക്കറിൻ്റെ അടുത്തോട്ട് തന്നെ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പാസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അതിന് പകരം നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണെങ്കിൽ നമ്മളിപ്പോൾ പാസ് ഇട്ട് കളിക്കുമ്പോൾ സമയത്ത് ആ പ്ലെയർ അധികം ഫ്രണ്ടിലോട്ട് അറ്റാക്കിന് പോകാതെ നമ്മുടെ കയ്യിൽ നിന്ന് പാസ് റിസീവ് ചെയ്തിട്ട് ഒരു ചാൻസ്, നല്ലൊരു ചാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഗോൾ പോച്ചേഴ്സിന് ഒരു നല്ലൊരു സ്പേസും ഒക്കെ കിട്ടുന്നൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു ഫീല് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് കോംബോനെ യൂസ് ചെയ്ത് നോക്കിയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോംബോ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസിക് നമ്പർ 10 യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. AMFൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറിൻ്റെ പൊസിഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഈ ഫോർമേഷൻ. അതുപോലെ ഈ ഒരു ടൈപ്പ് പ്ലേയേഴ്സിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 4-5 മാച്ച് കളിച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, എനിക്കിത് വർക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, അതായത് ഈ ഒരു ടൈപ്പ് ഫോർമേഷൻ ഒന്ന് കളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലത്തെ കുറേ ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല ബെസ്റ്റ് ഓരോ പ്ലേയിങ് സ്റ്റൈലിന്, ഇപ്പോൾ ക്വിക്ക് കൗണ്ടറിന് വേണ്ടി അതുപോലെ ഓരോ പ്ലേയിങ് സ്റ്റൈലിനും നല്ല ഫോർമേഷൻ വേറെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. അപ്പം പുതിയ വീഡിയോ എന്തായാലും മറ്റൊരു ദിവസം കാണാം. സബ്ബിൽ ഇതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ടൈപ്പിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, ഇതിന് ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സെൻറ്റർ ബാക്കിന് ഡിഫെൻസീവ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കാം. ഡിഫെൻസ് പൊട്ടുന്നുണ്ട്, എനിക്ക് ഡിഫെൻസ് പൊട്ടുന്നതായിട്ടൊരു ഫീൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം